ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോസൊക്കെ കുറച്ച് അങ്ങ് ഡിലേ ആവുന്നുണ്ട്, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ഇമയും കൂട്ടിയിട്ട് രാഷ്ട്രീയ ലേഡീസ് പാർക്കിലോട്ടാണ് പോകുന്നത്. കുറച്ച് നാളായി അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ മുഴുവനും അവിടുത്തെയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വൻ സീനായിരുന്നു. നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല. പാർക്കിംഗ് കിട്ടാൻ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ 2-3 റൗണ്ട് ആ പാർക്കൊന്ന് വലം വെച്ച് കിട്ടോ. കാരണം പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. അവസാനം ഇമ്മയും കുറച്ചങ്ങ് ദേഷ്യമൊക്കെ വന്നു തുടങ്ങി. ഇങ്ങോട്ട് വന്നതല്ലേ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പാർക്കിംഗ് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാർക്കിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. കുറച്ച് ദൂരെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതൊരു രസമല്ലേ. ഭീമ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കുറേ ഈത്തപ്പനകളുണ്ട് കേട്ടോ. എല്ലാം ചെറിയ ചെറിയ ഈത്തപ്പഴങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കായകളായിട്ട് കൊലകൊലയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ചൂടായി തുടങ്ങി. ഇനിയിപ്പോൾ ഇതെല്ലാം പഴുത്ത് ഒക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. കുറച്ച് ദൂരം നമ്മൾ നടക്കേണ്ടി വന്നു, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. നമ്മളങ്ങനെ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അൽ റാഷിദിയ പാർക്ക് ഫോർ ലേഡീസ്. ഇവിടെ എൻട്രി ഫീ നമുക്ക് ഇമയ്ക്ക് ഫ്രീ ആയിരുന്നു. നമുക്ക് 2 പേർക്കും 2 ദിർഹംസ് വെച്ചിട്ട് എൻട്രി ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു. ഈ ടിക്കറ്റ് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ തന്നെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കാണിച്ചിട്ട് നമുക്ക് അകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റും. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ ഫാമിലീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഇവിടെ തിരക്ക് കുറവാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിക്ക്. അങ്ങനെ നമ്മളിവിടെ ഇലക്ട്രിക് കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അതിൽ പോകണ്ടെന്ന് പറഞ്ഞു. ആൾക്ക് അത് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം അതിലൊക്കെ കയറിയതാണ്. അപ്പോൾ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിന്നു. അപ്പോഴാണ് അവിടെ കഫറ്റേരിയാസും അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ പിന്നെ നമ്മളവിടെ നിൽക്കുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം കണ്ടത്, ലൈറ്റ് കാർഡ്സ്. ഇതിന് 15 ദിർഹംസാണ് അരമണിക്കൂറിന് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇതിൽ പോകണമെന്ന് പറഞ്ഞു, പിന്നെ അങ്ങോട്ട് പോയൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ രാത്രി ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇവിടെ ഈ വീലൊക്കെ കറങ്ങി തുടങ്ങി. ഇതൊക്കെ അവൾക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ്. അപ്പോൾ അതിലൊന്നും നമ്മൾ കയറിയൊന്നുമില്ല.
ഇത് ഇവിടുത്തെ ഇൻഡോർ ആക്ടിവിറ്റീസിൻ്റെ ഏരിയാസാണ്. അപ്പോൾ ഇവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കുറച്ചായി പറയുന്നു. അപ്പോൾ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് അകത്തോട്ട് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഫീ ഉണ്ട്. 35 ദിറംസാണ് 1 മണിക്കൂറിന് അവർ ചാർജ് ചെയ്യുന്നത്. കുട്ടിയുടെ കൂടെ നമുക്കും പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാത്തിലും വാരി പിടിച്ച് കയറുന്നുണ്ടായിരുന്നു. ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കളിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. പക്ഷേ ക്ഷീണമൊന്നും ആൾ കാണിക്കുന്നില്ല. വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇവിടെ സിപ്പ് ലൈനുണ്ട്. പക്ഷേ കുറച്ചും കൂടി വലിയ കുട്ടികളാണ് സിപ്പ് ലൈനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ടു ഓൾ.